മഞ്ചേശ്വരം എം.എൽ.എ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമായ എ.കെ. അഷ്റഫിനെതിരെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഏജന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് അദ്ദേഹം പരാതി നൽകി. മഞ്ചേശ്വരത്ത് കെ. സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി എത്തിയ കർണാടക എം.എൽ.എ ഡോക്ടർ ഭരത് ഷെട്ടിക്കെതിരെ അഷ്റഫ് നടത്തിയ പ്രകോപനപരവും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെയാണ് കെ. സുരേന്ദ്രൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കണ്ണൻ ചേരുന്നുണ്ട്. ശിവദാസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കെ. സുരേന്ദ്രൻ തന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? പ്രധാനമായും മഞ്ചേശ്വരം എം.എൽ.എയും അതോടൊപ്പം തന്നെ നിലവിൽ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയുമായ എ.കെ. അഷ്റഫിനെതിരെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടിയായ കെ. സുരേന്ദ്രൻ പരാതി നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഏജന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെയാണ് നിലവിൽ സുരേന്ദ്രൻ പരാതി നൽകിയിട്ടുള്ളത്. അതായത് സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി എത്തിയ കർണാടക എം.എൽ.എ ഡോക്ടർ ഭരത് ഷെട്ടിക്കെതിരെ അഷ്റഫ് നടത്തിയ പ്രകോപനപരവും അതോടൊപ്പം തന്നെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളതുമായ പ്രസ്താവനയ്ക്കെതിരെയാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. മംഗലാപുരത്ത് നടന്ന ഒരു കൊലപാതകത്തിന് ഉത്തരവാദിയാണ് ഡോക്ടർ ഭരത് ഷെട്ടി എന്ന രീതിയിലാണ് അഷ്റഫ് ഒരു യൂട്യൂബിന് നൽകിയ ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. സന്മാർഗ എന്ന യൂട്യൂബ് ചാനലിനായിരുന്നു എ.കെ. അഷ്റഫ് അഭിമുഖം നൽകിയിരിക്കുന്നത്. ഈ കൊലപാതകം പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ കർണാടകയിൽ ചാർജ് ഷീറ്റ് നൽകിയിട്ടുള്ളതാണ്. അതിൽ മറ്റു ചില ആളുകളാണ് കുറ്റവാളികൾ എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ എം.എൽ.എ ആണ് ഈ ഒരു കൊലപാതക കേസിൽ കുറ്റവാളി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ ഇന്റർവ്യൂവിൽ എ.കെ. അഷ്റഫ് നടത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് കെ. സുരേന്ദ്രൻ പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ ഈ ഡോക്ടർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായതാണ്. മഞ്ചേശ്വരത്തെ വോട്ടർമാർക്കിടയിൽ മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇന്റർവ്യൂവിൽ അഷ്റഫ് സംസാരിച്ചിട്ടുള്ളതെന്നും സുരേന്ദ്രൻ പരാതിയിൽ പറയുന്നുണ്ട്. വിഷ്ണു, ശിവദാസ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഗുരുതരമായ ഒരു പരാതി തന്നെയാണ് ഇപ്പോൾ കെ. സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ ഈ ഒരു നീക്കം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പരാജയ ഭീതി തന്നെയാണ്. നമുക്കറിയാം, BJP-യുടെ ശക്തമായ തട്ടകങ്ങളിലൊക്കെ തന്നെയും ശക്തമായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. കനത്ത പരാജയ ഭീതിയിൽ തന്നെയാണ് CPM ഉള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ഈ ഒരു വ്യാജ പ്രചരണങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം NDA മഞ്ചേശ്വരം മണ്ഡലത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രചാരണത്തിൽ മുന്നേറിയിട്ടുണ്ട്. മാസങ്ങളായി NDA ഈ അടിത്തട്ടിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. താഴെ തട്ടിൽ പൊതുജനങ്ങൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രചാരണമായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ NDAയുടെ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കർണാടകയിലെ MLA-മാരും MP-മാരും അടക്കമുള്ള നേതാക്കളും മറ്റ് ദേശീയ നേതാക്കളും എല്ലാം തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് വേണ്ടി എത്തിയിരുന്നു, ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഭവത്തിലാണ് അല്ലെങ്കിൽ ഇത് തോൽക്കും എന്ന ഒരു ഭീതി UDF-ന് ഉണ്ടായിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള NDAയുടെ പ്രചാരണം അത് മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മതപരമായ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം UDF-ന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഇന്റർവ്യൂവിനെ കുറിച്ച് കെ. സുരേന്ദ്രൻ തന്നെ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. വിഷ്ണു, ശരി, ശിവദാസ് കന്മനമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.